തുടർച്ചയായ ദിവസങ്ങളിൽ പെയ്ത മഴ, വെളിച്ചമുണ്ടായിരുന്നില്ല, മൊബൈൽ റേഞ്ചും വിച്ഛേദിക്കപ്പെട്ടു. ആഗസ്റ്റ് 5 രാത്രി സംഭവിച്ച ദുരന്തം നാടറിയുന്നത് പുലർച്ചെ മാത്രം. അപ്പോഴേക്കും 70 മനുഷ്യർ മണ്ണിലകപ്പെട്ടു പോയിരുന്നു. കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായവർ. ഒരു ക്ഷണനേരം കൊണ്ടാണ് ഒരു ഗ്രാമം തുടച്ചു നീക്കപ്പെട്ടത്. 19 ദിവസം നീണ്ട തിരച്ചിൽ. 66 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. 4 പേരെ കണ്ടെത്താനായിട്ടില്ല. എങ്കിലും സർക്കാർ ഇവരുടെ മരണം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് പെട്ടുമുടിയിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണുള്ളത്. അവർ ഉറ്റവരുടെ ഓർമ്മയിൽ ജീവിതം തള്ളി നീക്കുന്നു. எனக்குள்ள அம்மா, எனக்குள்ள பையன், எனக்குள்ள அண்ணன் ஒன்று 3 பேர் இறந்துருக்காங்க. இப்போ வருகிற மழையெல்லாம் பார்க்கும்போது இந்த மழை வந்தோடனே எங்களுக்கு வர்ற நினைவுகள் வந்து அந்த சம்பவம் தான். இந்த 70 பேரை அழித்த சம்பவம் தான் எங்களுக்கு இப்போ மனசில் நிற்கிறது. உயிர் பிச்சை ஆண்டவர் கொடுத்தது மாதிரி தப்பிச்சு வந்திருக்காங்க ஐயா. ஏதோ உடு துணி கூட இல்லாத அளவுக்கு உடுத்துற துணியை மட்டும்தான் மிச்சம் கொண்டு வந்தவங்க. அதனாலதான் பாருங்க, உங்களுக்கு ஒரு வீடோ நிலமோ எதுவுமே இல்லாம பாருங்க இந்த வாடகை വീട്ടിൽ வந்து இருக்குதுங்க. அது இவங்களுக்கு கிடைச்ச வாடகை வீட்டில தான் இங்கே இருக்காங்க. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി. 8 കുടുംബങ്ങൾക്ക് കുറ്റ്യാർവാലിയിൽ വീട് നിർമ്മിച്ചു. ദുരന്തത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ദുരിതബാധിതർക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അത് നൽകിയിട്ടില്ല. മതിയായ രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നാണ് ഇതിന് കാരണമായി പറയുന്നത്.